ജൂൺ 26 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ യോഹന്നാനും പൗലോസ്, വിശുദ്ധ ആന്തൽമൂസ്, വിശുദ്ധ ബർബലേനൂസ്, വിശുദ്ധ കോർബിക്കാൻ, വിശുദ്ധ ഡേവിഡ്, വിശുദ്ധ ഹെർമോജിയൂസ്, ഗോത്തുകളുടെ വിശുദ്ധ ജോൺ. വിശുദ്ധരായ യോഹന്നാനും പൗലോസും. 369 വിശുദ്ധ യോഹന്നാനും പൗലോസും ജീവിച്ചിരുന്നത്. മതത്യാഗിയായ ജൂലിയൻ ചക്രവർത്തിയുടെ സൈന്യത്തിലെ 2 ഉദ്യോഗസ്ഥന്മാരാണ് രക്തസാക്ഷികളായ യോഹന്നാനും പൗലോസും. തങ്ങളുടെ സഹപ്രവർത്തകരിൽ ചിലരുടെ ദുഷ്ടതകൾ കൊണ്ട് ഐശ്വര്യം പ്രാപിക്കുന്നത് അവർ കണ്ടെങ്കിലും ലോക ബഹുമാനം അവർ തേടിയില്ല. അവരുടെ മാതൃക അവരെ സ്പർശിച്ചതേയില്ല. ജൂലിയൻ ചക്രവർത്തി ക്രിസ്തുമതം ഉപേക്ഷിച്ച് വിജാതി ആരാധനയിലേക്ക് മടങ്ങിയതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടായ നേട്ടങ്ങൾ അവർ ദർശിച്ചു. അവസാനം അദ്ദേഹം സ്വയം കുഴിച്ച കുഴിയിൽ വീണു. അല്ലയോ ഗലീലിയ, നീ തന്നെ ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മരിച്ചു. ക്രൂരനായ റോമൻ പ്രീഫെക്ട് അപ്രോണിയാനസിന്റെ കീഴിൽ യോഹന്നാനും പൗലോസും രക്തം ചിന്തി മരിച്ചു. അവർ അസൂയാവഹമായ മഹത്വവും നേടി. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. വിശുദ്ധർ തങ്ങളുടെ രക്തം ചിന്തി മരിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് ആശ്വസിക്കുന്നത്. ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടുകൾ ഓർക്കുക. അപ്പോൾ കാണാം നമ്മുടെ സ്നേഹം എത്ര തുച്ഛമാണെന്നും നമ്മുടെ കൃതജ്ഞത എത്ര ഭയങ്കരമാണെന്നും. വിശുദ്ധരായ യോഹന്നാനെ, പൗലോസെ, ലോകസമാധാനത്തിന് വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.